കെട്ടിയൊക്കെ പനി പിടിച്ച കിച്ചന്റെ ഭരണം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. ഇത് അറിഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ഇവള് മനഃപൂർവ്വം കുറച്ച് പനിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ല. കാരണം പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പുള്ളിയൊക്കെ വെച്ചിട്ട് ചില ഉടായ്പകൾ പാറ്റിയൊക്കെ പനി പിടിക്കാൻ വേണ്ടി, അതുപോലെ വല്ലതും പാറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം സയാന്റെ സ്കൂളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടി ഇടക്കിടക്ക് വൈകുന്നുണ്ടല്ലോ വരാൻ വേണ്ടി, അതൊന്ന് ശ്രദ്ധിക്കണം. മിസ്സിന് പറഞ്ഞ കാര്യം മനസ്സിലാവും. ഇതാണ് കാരണം. ഇവൾക്ക് പകരം ഞാൻ കിച്ചണിൽ കയറിയാണ് ഇതാണ് സംഭവിക്കുക. കാരണം ഒരേ സമയത്ത് അപ്പുറവും നോക്കണം, ഇപ്പുറവും നോക്കണം, ഇടയിട്ട് വെച്ചിട്ട് അരി നോക്കണം. ഈ വെള്ളത്തിലിട്ട് വെച്ച് അരി എന്തിനാന്ന് എനിക്കൊരു പിടുത്തൂല്ല. ചോറും നോക്കണം, ദേ പുറത്ത് പോയിട്ട് അതേ സമയത്ത് വാഷിംഗ് മെഷീനും നോക്കണം. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ അടുത്ത അവതാരം ദേ ഓടിപ്പാഞ്ഞ് കയ്യിലേക്ക് വരും. പിന്നെ ഒന്നും പറയണ്ട, ജഗ പോക്കാം. കയ്യും കാലും വയ്യാഞ്ഞിട്ട് പോലും ഇവളൊക്കെ എങ്ങനെയാണ് ഈ കിച്ചൺ ഭരിച്ചിട്ട് ഒരു 9:30 മണിക്ക് ഈ കുട്ടി സ്കൂളിൽ പറഞ്ഞുകൊണ്ട് എനിക്കൊരു പിടുത്തൂല്ല. ഞാൻ എന്തെങ്കിലും ഇന്നത്തെ പതിവ് തെറ്റിച്ചില്ല, സ്കൂളിലെത്താൻ വൈകിട്ടുണ്ട്. അടുത്തുമ്പോഴേക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. നമിച്ച് പെണ്ണുങ്ങളെ നമിച്ച്.